പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ആ മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സുവിശേഷങ്ങൾ എന്ന ചതിക്കുഴികൾ എന്നാണ് ടൈറ്റിൽ. സബ് ടൈറ്റിൽ എസ്കേപ്പ് ഫ്രം ദ ഈസി ഗോസ്പൽസ്, എളുപ്പ വഴി സുവിശേഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. Dear brothers, the topic of today's message is Gospels that are trap pits, with the subtitle Escape from Easy Gospels. പ്രിയ സഹോദരങ്ങളെ, അവർ വളരെ ബിസിനസ് മെന്റാലിറ്റിയിൽ സംസാരിക്കുന്നവരാണ്. അവര് സംസാരിക്കുമ്പോ കേൾക്കാൻ പോയാൽ നിങ്ങൾ വീണുപോകും. കാരണം അവര് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അവർ ഓഫർ ചെയ്യുന്നത് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? അവർ ബെസ്റ്റ് ലൈഫ് നൗ. ഓൾമോസ്റ്റ് എല്ലാവരും പ്രശ്നത്തിലാണ്. ആ പ്രശ്നം മാറുമെന്ന് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷമല്ലേ? മാറിയില്ലല്ലോ. ഒരു ഹോപ്പിന്റെ ഒരു വേട് പറയുമ്പോ തന്നെ സന്തോഷമല്ലേ? അതിന്റെ ഇടയിൽ 2-3 തമാശയും കൂടെ ഒക്കെ ഫിറ്റ് ചെയ്താലോ കുറെ കൂടി സന്തോഷമായില്ലേ? സന്തോഷമാകും. നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. അവരുടെ ചാനൽ വരുമ്പോ അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്യും, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യും. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ പഥ്യോപദേശം പൊറുക്കാതെ. ദൈവരായത്തിൽ ഞാനൊന്നും എത്തണമെന്നില്ല. കർണരസമാകുമാർ മനുഷ്യർക്ക് എന്താണോ ഇഷ്ടം അതങ്ങ് പ്രസംഗിക്കും. നല്ല മാർക്കറ്റാ. മനുഷ്യന് ഇഷ്ടമുള്ളത് കൊടുത്താലല്ലേ മനുഷ്യൻ വാങ്ങിക്കൂ. എന്നാലേ അവര് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതാണ് അവർ തരുന്നത്. ഇതാണ് യേശു പറഞ്ഞേ, അവർ വിശാലമായ വഴി പ്രഖ്യാപിക്കും. നമ്മുടെ ഹൃദയത്തിൽ യാതൊരു ഇടുക്കം ഉണ്ടാകത്തില്ല. അവർക്ക് വിശാലമായ വഴി പ്രഖ്യാപിക്കും. അതിലൂടെ അനേകം കടന്നു പോകും. അവസാനം അവർ നിത്യനരകത്തിലും വീഴും. Dear brothers, they are very business-like in their teachings, and those who listen to them has a very high tendency of falling for them. And the reason for that being that when they preach, when you listen to them, what they teach, what they offer you is exactly what you want. They offer you the best life. They offer you solutions to your problems. Almost everyone has some problems in their life, and they offer solutions to that problem. And even if you don't get the solution, just the hope of giving you the hope of the solution, that itself lifts you up. Add in a little bit of humor, and you really like them, and you start seeing them again and again. So, but the Bible says that they don't teach the true teaching, and instead gives teaching that are pleasurable to our flesh, and thus lead everyone to sin. ജനത്തിന് അത് മതി. നമുക്ക് മിക്സി വേണ്ടതുപോലെ ജനത്തിന് അത് മതി. കഷ്ടപ്പെടാൻ എനിക്കും കഷ്ടപ്പെടാൻ വയ്യ. ഭാര്യമാര് പലപ്പോഴും ഭർത്താക്കന്മാരുടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചായ വാഷിംഗ് മെഷീൻ കേടാന്ന എനിക്കാണെങ്കിൽ വയ്യ. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന് ഒരു ചിന്തയില്ലേ. ഇടുക്കുവാതിലൂടെ കടപ്പാം പോരാടൂ എന്ന് പറയുന്ന പാസ്റ്റർമാരുടെ നേരെ അലറിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ മോനെ മോളെ, അവര് സത്യം പറയാൻ അവര് ബാധ്യസ്ഥ. അവർക്ക് സത്യം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പറ്റും. എന്നാൽ അപ്പുറത്ത് ചർച്ച ഉണ്ടല്ലോ ഇഷ്ടം മാതിരി. ആരാധന ആരാധന. പിന്നെ കയ്യിലുള്ള സ്തോത്ര കാഴ്ച. നീ സുന്ദരമായിട്ട് സ്വർഗത്തിൽ പോവും. നിനക്ക് ഏതാ വേണ്ട മോനെ മോളെ ചർച്ച്? നിനക്ക് ഏതാ വേണ്ട? അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കുന്ന ചർച്ച വേണോ? അതോ ഒരു കഷ്ടവുമില്ല സ്തോത്ര കാഴ്ചയോ അങ്ങനെ ദശാംശവും മാത്രം പ്രസംഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്ങനെയെങ്കിലും അവരുടെ പോക്കറ്റിൽ പോകത്തക്ക രീതിയിൽ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലുത് ഉയർത്തിപ്പിടിക്കുക. ദേവരുന്നു ചേച്ചി അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പോക്കറ്റുള്ളത് അവരുടെ പോക്കറ്റിൽ നിങ്ങൾ എത്ര കൊടുക്കാത്തവനായാലും നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാൻ അവർക്ക് അറിയാം. അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാണ്. ദൈവം മർച്ചൻഡൈസിയോ അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ അവരുടെ അവസാനം നാശം. കർത്താവ് പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു. Dear brothers, normally people want the easy path, and a woman will choose a mixer grinder over a grinding stone. We see in families, women are saying to their husband, can't you see I am suffering, bring me a mixer. Your washing machine is in repair, disrepair, please repair it because I am suffering. And if you can say that to your husbands, but if you come to the pastor and say that, can you give a better message, what can we do? We are obligated to speak the truth to you. If you want to hear words which are pleasing to you, what you want to hear, there are other churches who gives you these false messages, who will tell you that bring your money over here and the blessing will come and follow you, and you will be blessed heavily if you just donate your money over here. How much our ties twisted you are with your money, with your wealth, they will find a way to have you donate it there, and eventually you will also be happy and they will also be happy, but eventually it will lead to destruction.
എന്നാൽ ശ്രദ്ധിച്ചാട്ടെ, ഈ നാരോ വേ ഗോസ്പൽ അത് മനുഷ്യന്റെ ഇഷ്ടത്തിന് വിപരീതമായ ദൈവിഷ്ടത്തിന്റെ ഗോസ്പലാണ്. അതിലൂടെ പ്രിയമായനെ നീ കടക്കുന്നുവെങ്കിൽ ഇതാ ജീവനിലെത്തും, പുതിയ യെരൂശലേമിൽ നീ എത്തുവാനിടയാകും, തീപ്പൊയ്യാലല്ല. Dear brothers, but this narrow way gospel, that is a gospel that is against contradictory to the desires and demands of the people. But if you are willing to go through that, then you will be able to enter life. You will be able to enter New Jerusalem. പക്ഷേ ഇതിലൂടെ കടക്കണമെങ്കിൽ എന്റെ പ്രിയ മകനെ, നിന്റെ കയ്യിലെ ദശാംശവും നിന്റെ കയ്യിലെ ഓഫറിങ്ങും മാത്രം പോരാ. ഇതിലൂടെ കടക്കണമെങ്കിൽ റിയലി നീയും ഞാനും വില കൊടുക്കുവാൻ തയ്യാറാണ്. ആ വില നമ്മുടെ സാമ്രാജ്യത്തെ തന്നെ ത്യജിക്കുവാനായിട്ടാണ്, ക്രൂശ് എടുക്കുവാനായിട്ടാണ്, വിശ്വാസത്തിന്റെ പരിശോധനയിൽ സ്വയത്തെ ത്യജിച്ച് ദൈവിഷ്ടത്തെ നമ്മുടെ ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ജയിക്കുവാനിടയാണ്. ഇതുപോലെയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായി. Dear brothers, you can see the narrow gospel and only few people enter through it. But if you need to enter through it, just your tithe or your offerings are not enough. Remember that you are bought for a price. If you are to enter through the true gospel, to the narrow gate, then you must be willing to let go of your own self, let go of your own empire, and be willing to take up the cross of our Lord Jesus and do His will. And if you do that, as Jesus said to those, as Heavenly Father said, to those who win, I'll be His God and He'll be my son. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ആത്മാർത്ഥതയോടെ നിങ്ങളോട് തന്നെ ഉത്തരം പറയും, എന്നോട് ഉത്തരം പറയണ്ട. നിങ്ങൾ കേൾക്കുന്ന ഗോസ്പല്, നിങ്ങൾ ആരായിക്കോട്ടെ, ജയം ആവശ്യമുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടവർ. ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമാണ്, ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകൻ. എന്നാൽ ലോകത്ത് കേൾക്കുന്ന ഗോസ്പലിൽ അധികവും ജയം വേണ്ടാത്ത യേശുവിനെ സ്വീകരിച്ചാൽ അതായത് യേശുവിനെ സ്വീകരിച്ചു എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്താണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിൾ അങ്ങനെ പറയുന്നില്ല യേശുവിനെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ സ്വീകരിച്ചവർ ജയം പ്രാപിക്കും, യേശുവിനെ അനുസരിച്ച് ജയം പ്രാപിക്കും. Dear brothers, the gospel that you are hearing, does it demand victory? As the Bible says, to the one who wins, I'll be his God and he will be my son, as Heavenly Father says. But most gospels just say that you need to accept Jesus and there is no demand that you should follow him. So it is necessary that you accept Jesus as your Lord and Savior, but it is also necessary that we follow him. And without that, it's not the true gospel. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള ഏവരെയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ബോഡിയോ ക്രൈസ്റ്റിലെ എന്റെ എല്ലാ സഹോദരങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ ഐശ്വര്യവും നിങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ, അത് നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is listening to this audiovisual medium, especially to the members of the body of Christ. May God's peace, life, and His prosperity fill you and flow out of you, overflow from you. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ആ മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സുവിശേഷങ്ങൾ എന്ന ചതിക്കുഴികൾ എന്നാണ് ടൈറ്റിൽ. സബ് ടൈറ്റിൽ എസ്കേപ്പ് ഫ്രം ദ ഈസി ഗോസ്പൽസ്, എളുപ്പ വഴി സുവിശേഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. Dear brothers, the topic of today's message is Gospels that are trap pits, with the subtitle Escape from Easy Gospels. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രം, ആ ചിത്രം ഈ അടുത്ത് തൃശ്ശൂരിൽ ഒരു ആന ഒരു കുഴിയിൽ വീണത്. ആ കുഴിയിൽ വീണ ആന ശക്തനായ ആനയായിരുന്നു. പക്ഷേ ആ കുഴിയിൽ നിന്ന് ആനയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോ ആ ആന കുഴിയിൽ കിടന്ന് മരിച്ചുപോയി, രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല.
ഇതേപോലെ ഇന്നത്തെ ചതിക്കുഴികൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മനസ്സിൽ കടന്നു വരാത്ത രീതിയിലുള്ള ലോക മനസ്സിലുള്ള ദൈവദാസന്മാരെന്ന് പേരുള്ളവർ ഇറക്കി വിട്ടിരിക്കുന്ന ബൈബിളിന്റെ അവിടെ ഇവിടെ വാക്യങ്ങൾ വെച്ച് ഇറക്കി വിട്ടിരിക്കുന്ന സുവിശേഷങ്ങളാണ് ഇന്നത്തെ ചതിക്കുഴികൾ. Brothers, the picture that you see on the screen is that of an elephant that fell into a pit sometime recently in Thrissur. The elephant was a rather strong specimen, but it fell into the pit and then it remained there for some time because it was unable to get out of that, and eventually it died. So what I want to say is that there are such deceptive pits that are there in the Christendom right now, which are actually gospels, which were gospels which are not as Jesus had intended in his heart, but gospels that are according to the intents of the world, which some of the servants of God has twisted by taking verses from here and there and created a gospel. And may you not fall into such a trap pit. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ സുവിശേഷങ്ങൾ എന്ന ചതിക്കുഴികൾ എന്ന ടൈറ്റിൽ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങൾ എന്റെ ഹൃദയത്തെ വളരെ വിഷമിപ്പിച്ച ചുറ്റുപാട് നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈവൻ മറ്റു മതങ്ങളിലായിരിക്കുന്നവർക്ക് വീണ്ടും പ്രത്യാശയുണ്ട്, സത്യസുവിശേഷത്തിലേക്ക് കടന്നു വരാം. പക്ഷെ ഓൾറെഡി സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ മനസ്സില്ലാത്ത ഒരു കൂട്ടം ദൈവദാസന്മാരെന്ന് പേര് പറയുന്ന വ്യക്തികളും അവരുടെ കീഴിൽ ഏൽപ്പിക്കപ്പെട്ട കുടുങ്ങിപ്പോയ അനേക സഹോദരങ്ങളും ഇവരെ ഓർക്കുമ്പോൾ ഹൃദയം വല്ലാതെ വിഷമിക്കുകയാണ്. കാരണം അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ആനയുടെ പോലെയാണ്. അതാ കുഴിയിൽ വന്ന് വീണു, കുറച്ചു നേരം അതിന് ജീവനുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അത് ചത്തുപോയി. ഇതേപോലെ യേശു കർത്താവ് പറഞ്ഞു, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, മാക്സിമം പഠനം തികഞ്ഞവൻ ഗുരുവിനെ പോലെയാകും. ഗുരു നരകത്തിലാണ് പോകുന്നതെങ്കിലോ ശിഷ്യനും നരകത്തിൽ തന്നെ പോകും, ഉറപ്പ്. Brothers, now some of you may be surprised at seeing such a topic, as in gospels which are actually trap pits or deceptive pits. Let me tell you, this is something that I thought in the last few weeks, where I was really saddened upon seeing many of the things that were happening in the churches. Many of the non-believers that are non-Christians, when I thought about it, many of the non-Christians are actually in a much better place than many of the Christians who are working under some so-called, who are currently under some so-called servants of God, because they could still come and hear the gospel and be saved. But there are many believers who are trapped under these so-called servants of God who does not have the mind of Christ, and they are these believers, they will be alive for some time and then they will die. And it is about these that I'm talking today. ചിന്തിക്കും, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞ് ശ്രദ്ധിക്കുക അന്നത്തെ ദേവദാസന്മാരോട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യേശു കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനം കൊണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം കൊണ്ട്. അപ്പൊ സുവിശേഷം കൊണ്ട് അല്ലെങ്കിൽ ദൈവവചനം കൊണ്ട് ഒരു വ്യക്തിയെ നരകയോഗ്യനാക്കാമോ? ആക്കാം. ദൈവം വെച്ച ആ ലക്ഷ്യത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വചനം വെച്ച് വേറെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ജനത്തെ കൊണ്ടുപോയാൽ ദൈവദാസനും ജനങ്ങളും രണ്ടു കൂട്ടരും നരക സന്തതികളായി. Now
You may be asking yourself, is something like that really happening? Can gospels be like this kind of hunting trappings? So let us look at what Jesus himself said. We see in Matthew 23 that Jesus himself speaks to the Pharisees that by your teaching, you are turning them into twice the worthy of hell as you are. So you see that if people teach gospels which are, this is something that Jesus told to the Pharisees, but you can see that if you teach gospels which are not according to the intent of God, then it can become a trap pit for people, and it can make them worthy of hell. മത്തായി 23:13 മുതൽ വായിക്കുമ്പോ യേശു കർത്താവ് ദേവദാസന്മാരെ നോക്കി പറയാണ്, കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ആയുള്ളവരെ, നിങ്ങൾ കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് അടച്ചു കളയുന്നില്ല, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. അപ്പോ ഈ ദൈവദാസന്മാരെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി നിർത്തിയിരിക്കുന്നേ? സ്വർഗരാജ്യത്തിൽ ഈ ജനങ്ങൾ എത്തുവാൻ വേണ്ടിയാ. പക്ഷെ ഇവരുടെ ശുശ്രൂഷ ആ ചർച്ചിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആലയത്തിൽ നിന്നുകൊണ്ടുള്ള ഇവരുടെ ശുശ്രൂഷയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗരാജ്യം ഇവർ മനുഷ്യർക്ക് അടച്ചു കളയുന്നു. എന്നാൽ ഈ കുരുടന്മാരായ മനുഷ്യർക്ക് ഇതുവല്ലതും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അവർക്ക് ഇത് തിരിച്ചറിയാനും പറ്റുന്നില്ല. അവർ ഇവരുടെ കൂടെ യാത്രയാകാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കാൻ സമ്മതിക്കുകയുമില്ല. എത്ര ഹൊറിബിൾ ആണെന്നറിയാമോ? നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കുവാൻ സമ്മതിക്കുന്നുമില്ല. In Matthew 23 verse 13, Jesus says to the Pharisees, "But woe to you, scribes and Pharisees, hypocrites, because you shut off the kingdom of heaven from people." So during Jesus' days, they were the teachers of the people. So in the same way, in today's day, the servants of God, they are supposed to guide people and lead people to the kingdom of God, kingdom of heaven. But here you see that they shut off people from reaching the kingdom of heaven. And these people and the people who follow them, they are too blind to realize what is happening, and they are following them to their destruction. So, and here it says, "For you do not enter." Jesus continues after this, "For you do not enter in yourself, nor do you allow those who are entering to go in." So these so-called servants of God are stopping people who would have otherwise reached the kingdom of heaven from going in. ശ്രദ്ധിച്ചേ, ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഈ ദേവദാസന്മാർക്ക് ദൈവരാജ്യത്തിൽ പോകണ്ടെന്നൊന്നും ഞങ്ങളോട് പറയുന്നില്ലല്ലോ, തടുക്കുന്നില്ലല്ലോ എന്നൊരുപക്ഷെ നിങ്ങൾ ചോദിക്കാതിരിക്കാം. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. നല്ലൊരു പങ്ക് ജനങ്ങളും അല്ല, ഒരു ഭാഗം ജനങ്ങൾ, അവർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തെ അനുസരിക്കണം. അവരുടെ ചിന്തയിൽ അവർ ദൈവത്തെ ഒന്നും കാണുന്നില്ല. അവർ കേട്ടതും പഠിച്ചതും ഒക്കെ ഞങ്ങളുടെ ദൈവദാസനെ അങ്ങ് അനുസരിക്കണമെന്നാണ്. അവർ അങ്ങനെ ദൈവദാസനെ ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് അനുസരിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞത് വളരെ എനിക്ക് ചിന്തിക്കാനിടയായി. താൻ തൻ്റെ അമ്മയോട് പോയി പറഞ്ഞു. അമ്മ ഒരു വേർപെട്ട സഭയിൽ ആരാധിക്കുന്ന ആളാണ്. അമ്മയോട് പോയി പറഞ്ഞു, അമ്മേ, യേശുക്രിസ്തു പറഞ്ഞതൊന്നുമല്ല ഈ സഭയിൽ ചെയ്യണേ. യേശുക്രിസ്തു ബൈബിളിൽ ഇങ്ങനെയാ അമ്മയെ പറഞ്ഞേക്കണേ. അമ്മ തിരിച്ചു പറഞ്ഞ എന്നാന്നറിയാമോ? ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല. ആ പാവം മാതാവ് പാസ്റ്ററിന് തന്നെ സമർപ്പിച്ചു. അതിൽ തെറ്റുണ്ടെന്നല്ല. പക്ഷെ ഈ പാസ്റ്റർ നരകയോഗ്യനാണെങ്കിൽ, കർത്താവ് പറയുന്നതല്ല പറയുന്നതെങ്കിൽ, ആ അമ്മച്ചിയുടെ മാത്രമല്ല, ഇതേപോലെയുള്ള എല്ലാവരുടെയും ഭാവി നരകത്തിലാണ്. കാരണം ബെരോവയിലുള്ളവരെ പോലെ ഈ പാസ്റ്ററോ, ഈ അച്ഛനോ, ഈ മെത്രാനോ, ഈ സഭാ നേതാവോ പറയുന്നത് അത് അങ്ങനെ തന്നെയാണോ എന്ന്, ദൈവം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്കാണോ ഞാനും നിങ്ങളും പോകുന്നതെന്ന് ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് ധ്യാനിക്കുവാൻ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സുണ്ടാകും. അല്ല എങ്കിൽ ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ ദൈവദാസൻ
നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല എന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു. ആ പാവം ജനങ്ങൾ ചതിക്കപ്പെടുക. I see that in the church today, there is a good proportion of people who want to obey God and who want to do God's will, but they are unable to see God. They don't hear God. So what they do is they obey the pastor. So I have an example. Recently, one of our brothers went and spoke to his mother. His mother belonged to one of the born again new separated churches, and he went and spoke to his mother that what these churches speak, that's not how the Bible speaks. That's not what Jesus wanted according to the Bible. And what his mother said, that what you say is not what our pastor says. So what you can see is this poor mother has surrendered her thought process to the pastor. So they don't do as the Christians in Berova used to do, where they used to check the words of the pastor or bishop or father or who are of the preacher. They don't check their words using the word of God in the Bible. And it is because of that, and these servants of God, so-called servants of God, they teach these false promises and thus shut off these people from entering the kingdom of heaven. എന്റെ പ്രിയ സഹോദരങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറയാറുണ്ട് എന്റെ പുറകെ വരാൻ. ശ്രദ്ധിച്ചേ, അത് പറയുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല. ശ്രദ്ധിച്ചാട്ടെ, പൗലോസ് പറയുന്നത് പോലെയാ പറയാം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുന്നു. അതിന്റെ അർത്ഥം ഏതൊക്കെ ഭാഗത്ത് പൗലോസ് ക്രിസ്തുവിന്റെ അനുകാരിയാകുന്നുവോ ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് പൗലോസിന്റെ അനുകാരിയാകാം. ഇതേപോലെ തന്നെയാണ് എന്റെയും ജീവിതം. പക്ഷേ പല കുറവുകളും ദൈവദാസന്റെ ജീവിതത്തിലുണ്ടാകും. പൗലോസ് ഇതാ ബർന്നബാസുമായിട്ട് ഉഗ്ര തർക്കം. അങ്ങനെ പൗലോസ് ബർന്നബാസുമായിട്ട് ഉഗ്ര തർക്കം ഉണ്ടാകുന്നത് കൊണ്ട് ഇനി ഞാനും അങ്ങ് എന്റെ കൂടെ ഉള്ളവരോട് തർക്കിക്കാം, പോണ്ട. പൗലോസ് ഏതൊക്കെ ഭാഗത്ത് ക്രിസ്തുവിന്റെ അനുഗാമിയായിരുന്നു ആ ഭാഗത്ത് നമ്മൾ അനുഗാമിയായിരിക്കും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, അനേക കള്ളപ്രവാചകന്മാർ ലോകത്തുള്ളത് കൊണ്ട് നിങ്ങൾ എന്നെയും വിശ്വസിക്കേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിളിൽ ഈ പറയുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്റെ വായിലെ വാക്കുകളായിരിക്കരുത്, വിശുദ്ധ ബൈബിളിലെ ദൈവത്തിന്റെ വചനമായിരിക്കും. അങ്ങനെ വേണം വിശ്വാസ ജീവിതം പണിയുവാൻ. അല്ലാണ്ട് മാസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ല, അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ല, ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമുക്ക് പ്രാധാന്യം. ആ ക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. നാം ക്രിസ്തുവെ അനുഗമിക്കുക. Dear children, have I ever told you to follow me? No, right? So it's not technically wrong for me to ask you to be followers of me, as we can see in the Bible that Paul is asking the church to be followers of him, just like he is followers of Jesus. So what this means is that Paul is saying that in all the matters that he followed Jesus, that the people of the church should also follow him, not that in other matters they should follow Jesus. In the same way, even servants of God, they will have many defects in their life, but in all the matters that they follow Jesus, you should also follow them. And in Paul's case, just because he has written this, Paul had a very, very heated argument with Barnabas. So that does not mean that we should also start going and having heated arguments, because we should follow Paul in all the matters that he follows Jesus. So because there are many prophets, false prophets in this world, I don't even ask you to follow me. Instead, I ask you to check my words using the word of God in the Bible. Test my words using the word of God in the Bible. And I want you to build your foundation based on this, not just on my word, but on the words not on my word, but on the word that is in the Bible. And if you do that, then you would have a strong foundation. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഈ ഇങ്ങനെയുള്ള കാപ്പട്യം നിറഞ്ഞ ഈ സുവിശേഷകരൊക്കെ വലിയ ആക്റ്റീവ് അല്ലെന്ന്. എന്റെ മക്കളെ, അങ്ങനെയൊന്നുമല്ല. അവർ ഭയങ്കര ആക്റ്റീവാ. നമ്മൾ പലരെ പോലെയൊന്നുമല്ല. അവരെങ്ങും നിൽക്കത്തില്ല. അവർ ഭയങ്കര സുവിശേഷീകരണമാണ്.
കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. 23:14 കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. കണ്ടോ? നമ്മളിൽ പലരെയും പോലെ എക്സ്ക്യൂസ് പറഞ്ഞ് വീട്ടിലിരിക്കുകയല്ല. അവരെന്നാ ചെയ്യണേ? ചുറ്റി നടക്കുക. എന്റെ ഉദ്ദേശം അവരെ മതത്തിൽ ചേർക്കണം, ആളെ കിട്ടണം. ചുറ്റി നടക്കുക. എന്നിട്ട് പറയാണ്, ചേർന്ന ശേഷം നിങ്ങൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. ഇത് എന്റെ വാക്കുകളൊന്നും അല്ല കേട്ടോ, കർത്താവായ യേശുവിന്റെ വാക്കുകളാ. അതൊരു ശ്രദ്ധയോടെ ഏറ്റെടുക്കുക. കുറച്ച് നാളുകളെ ഈ ശരീരത്തിലുള്ളൂ. അതുകൊണ്ട് ചുറ്റുപാടുമുള്ള സന്ദേശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അതായത് നിറയെ ഇന്ന് സുവിശേഷത്തിന്റെ ബഹള. എവിടെ തുറന്നാലും സുവിശേഷം. യൂട്യൂബ് തുറന്നാൽ സുവിശേഷം, ഫേസ്ബുക്ക് തുറന്നാൽ സുവിശേഷം, ഇൻസ്റ്റഗ്രാം തുറന്നാൽ സുവിശേഷം. ഇതാ സുവിശേഷം. വാട്സപ്പിന് പറയാനില്ല, മൊത്തം സുവിശേഷം. ഇതിലേതാണ് യേശു പ്രസംഗിച്ചത്, യേശുവിന്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം അപകടത്തിൽ. Dear brothers, now some of you may be thinking that these deceptive servants of God or the hypocritical servants of God, they may not be really active in the church. Let me tell you, brother, that is not true. They are really active in the church. We see it from the words of our Lord Jesus himself. In Matthew 23, verse 15, Jesus says, "Woe to you, scribes and Pharisees, hypocrites, because you travel around on sea and land to make one proselyte, and when he becomes one, you make him twice as much a son of hell as yourselves." So here you see that Pharisees and scribes, they are not sitting idle. They are traveling all around the world to get one convert. And once they have got a convert, they are making them twice as much a son of hell as themselves. So when you open the computer, when you open the TV, or when you open YouTube or anything, you will see that there is a glut of gospel messages that are being taught all over the media, and you should be very careful to know which of these messages is actually the gospel message that our Lord Jesus taught, and you should be wise enough to deduce that. പ്രിയ സഹോദരങ്ങളെ, അവർ വളരെ ബിസിനസ് മെന്റാലിറ്റിയിൽ സംസാരിക്കുന്നവരാണ്. അവര് സംസാരിക്കുമ്പോ കേൾക്കാൻ പോയാൽ നിങ്ങൾ വീണുപോകും. കാരണം അവര് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അവർ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? അവർ ബെസ്റ്റ് ലൈഫ് നൗ. ഓൾമോസ്റ്റ് എല്ലാവരും പ്രശ്നത്തിലാണ്. ആ പ്രശ്നം മാറുമെന്ന് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷമല്ലേ? മാറിയില്ലേലും ഒരു ഹോപ്പിന്റെ ഒരു വേട് പറയുമ്പോ തന്നെ സന്തോഷമല്ലേ? അതിന്റെ ഇടയിൽ 2-3 തമാശയും കൂടെ ഒക്കെ ഫിറ്റ് ചെയ്താലോ കുറെ കൂടി സന്തോഷമായില്ലേ? സന്തോഷമാകും. നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. അവരുടെ ചാനൽ വരുമ്പോ അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്യും, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യും. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ പഥ്യോപദേശം പൊറുക്കാതെ. ദൈവരായത്തിൽ ഞാനൊന്നും എത്തണമെന്നില്ല. കർണരസമാകുമാർ മനുഷ്യർക്ക് എന്താണോ ഇഷ്ടം അതങ്ങ് പ്രസംഗിക്കും. നല്ല മാർക്കറ്റാ. മനുഷ്യന് ഇഷ്ടമുള്ളത് കൊടുത്താലല്ലേ മനുഷ്യൻ വാങ്ങിക്കൂ. എന്നാലേ അവര് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതാണ് അവർ തരുന്നത്. ഇതാണ് യേശു പറഞ്ഞേ, അവർ വിശാലമായ വഴി പ്രഖ്യാപിക്കും. നമ്മുടെ ഹൃദയത്തിൽ യാതൊരു ഇടുക്കം ഉണ്ടാകത്തില്ല. അവർക്ക് വിശാലമായ വഴി പ്രഖ്യാപിക്കും. അതിലൂടെ അനേകം കടന്നു പോകും. അവസാനം അവർ നിത്യനരകത്തിലും വീഴും. Dear brothers, they are very businesslike in their teachings, and those who listen to them will fall for them. Has a very high tendency of falling for them, and the reason for that being that when they preach, when you listen to them, what they teach, what they offer you is exactly what you want. They offer you the best life. They offer you
solutions to your problems. Almost everyone has some problems in their life, and they offer solutions to that problem. And even if you don't get the solution, just the hope of giving you the hope of the solution, that itself lifts you up. Add in a little bit of humor, and you really like them, and you start seeing them again and again. So, but the Bible says that they don't reach the true teaching, and instead gives teaching that are pleasurable to our flesh, and and thus lead everyone to sin. ഇവിടെ ബൈബിൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇതിനെല്ലാം പഴിചാരുന്നത് ജനങ്ങളെയാണ്. ഈ ജനങ്ങളാണ് ഇതിന്റെ കാരണക്കാർ. ജനങ്ങളാണ് ഇതിന്റെ കാരണക്കാർ. ജനങ്ങൾക്ക് എന്നാ വേണ്ട? പഥ്യോപദേശം വേണ്ട. നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന, ദൈവരാജ്യത്തിലെത്തിക്കുന്ന പഥ്യോപദേശം വേണ്ട. പിന്നെ അതായത് വില കൊടുക്കേണ്ടതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ചീപ്പായിട്ട് സൗജന്യമായിട്ട് കിട്ടുന്നത് മതി. സൗജന്യമായിട്ട് വില കുറച്ച് കിട്ടിയ ഇവിടെ എഴുതിയിരിക്കുക ബൈബിളാ. 2 തിമോത്തി 2:4 എഴുതിയിരിക്കുകയാണ്. പൗലോസ് തിമോത്തിയോസിനെ തന്റെ ശിഷ്യനെ ഉപദേശിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം, ഇങ്ങനെ ഒരു സമയം വരുന്നു, ജനങ്ങൾ സത്യത്തിന് ചെവി കൊടുക്കാതെ, ജനങ്ങൾക്ക് സത്യം വേണ്ട, കെട്ടുകഥ, കെട്ടിയുണ്ടാക്കിയ കഥ കേൾക്കാൻ തിരിയുന്ന കാലം വരുന്നു. അവർക്ക് പഥ്യോപദേശം വേണ്ട. കർണരസമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ അവർ പെരുക്കുന്നു. കാരണം സ്വന്തം ഇഷ്ടം പറയുന്ന, എന്റെ ഇഷ്ടം പറയുന്ന ഉപദേശം പറയുന്നവൻ ആരുണ്ട്? അവന്റെ അല്ലെങ്കിൽ അയാളുടെ പ്രസംഗം മതി എനിക്ക്. ദൈവ ഇഷ്ടം പറയുന്ന പ്രസംഗമൊന്നും എനിക്ക് വേണ്ട. എന്റെ ആഗ്രഹങ്ങളും എന്റെ പ്രശ്നങ്ങളും ഒന്ന് അറിയിച്ച് എന്നോട് പറഞ്ഞ് എനിക്കൊരു സുഖം തരുന്ന പ്രസംഗങ്ങൾ വേണം. അത് മതി. എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്നതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വളരെ സൗജന്യമായിട്ട് എനിക്ക് എന്റെ ആഗ്രഹങ്ങളെ ത്രില്ല് ചെയ്യുന്ന പ്രസംഗകർ മതി. ഇത് ജനങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഉപദേശകന്മാർ പെരുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ലോകത്തിന്റെ ഒരു മാർക്കറ്റ് ശൈലിയാണ്. നമുക്ക് എന്താണോ ആവശ്യം അതുണ്ടാക്കി തരുന്ന കമ്പനിയുടെ സാധനം നമ്മൾ വാങ്ങിക്കും. ഇതേപോലെ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഇപ്പൊ തൽക്കാലം ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് സൂക്ഷിച്ച് ജീവിക്കണം. ഇത് മുതലെടുത്തുകൊണ്ട് ഇതാ ഈ ദേവദാസന്മാർ എന്ന് പേര് പറയുന്നവർ ഓരോ കമ്പനികൾ എന്നതുപോലെ ഇറക്കി തരികയാണ്. ഇന്നാ പിടിച്ചോ നിനക്ക് വേണ്ട. നമ്മൾ അതിന്റെ പുറകെ പോകുന്നു. ബൈബിൾ നമ്മളെ കുറ്റം പറയുന്നു. നിങ്ങളാണ് അതിന്റെ കാരണക്കാർ. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ നിങ്ങൾ തിരിയുന്നതാണ് കാരണം. Dear brothers, what you will be surprised is that the Bible actually blames us, blames the believers who follow them for the reason they are increasing in number. Bible says that these false teachings increase because the believers actually give ear to them. We see that in 2 Timothy chapter 4 verse 3. For the time will come when they will not endure sound doctrine, but wanting to have their ears tickled, they will accumulate for themselves teachers in accordance to their own desires. So that is the believers or the people who are listening. They will not listen to sound doctrine, but in order to hear, please their own selves, please their own flesh, have their ears tickled, they will accumulate themselves teachers in accordance to their flesh, and will turn away their ears from the truth and will turn aside to myths. So here you can see what the Bible, whom the Bible blames for all of this is the average believers who are looking for messages that will give them comfort in this world, in this worldly life, and as per the normal supply and demand rules of economics, there are these false servants of God who will see this, and they will open their own company,
open their own companies to address this, similar to how companies are open to address to customer demands. Similarly, these servants of God open their own organizations to address this and give gospels that are pleasing to the people, what the people want to hear. And thus you can see that is how Bible blames the people for the increasing number of these kind of false teachers. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഒരു സമയത്ത് 2 ടൈപ്പ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒന്ന് ഈ ലോകം ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ്. അത് നിങ്ങൾക്ക് അധികം ഒന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, ലോകത്തെല്ലാവരും ചെയ്യുന്നതാണ്. അതേ സമയത്ത് യേശുക്രിസ്തു ചെയ്ത ആ ബിസിനസ്, യേശു പറയാണ്, ഞാൻ വന്നത് എന്റെ പിതാവിന്റെ ബിസിനസ് ചെയ്യാണ്. തന്റെ 12-ാമത്തെ വയസ്സില് ദേവാലയത്തിൽ വെച്ച് തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞ കാര്യമാണത്. വിസ്റ്റ് യു നോട്ട് ദാറ്റ് ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. ആ യേശു തന്ന ആ ബിസിനസ്സും ചെയ്യുന്ന ഒരാളാണ്. ഇത് 2 ബിസിനസ്സിനും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ ബിസിനസ്സിൽ ഞാൻ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ഇവിടെ അറിയിച്ചാൽ ഞാൻ പരാജയപ്പെടും. ഈ ലോകത്തിന്റെ ബിസിനസ്സിൽ ഞാൻ ജയിക്കണമെങ്കിൽ ജനത്തിന്റെ ഇഷ്ടം ഞാൻ റെഡിയാക്കി ജനത്തിന് കൊടുക്കണം. എങ്കിലേ ജനത് വാങ്ങിക്കൂ. എങ്കിൽ ഈ ലോകപ്രകാരം എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ്സുകാരനാകാം, ജയം പ്രാപിക്കാം, ജനത്തിന്റെ ഇഷ്ടം ഞാൻ ഫീഡ് ചെയ്താൽ. എന്നാൽ ഫാദേഴ്സ് ബിസിനസ്സിൽ ജനത്തിന്റെ ഇഷ്ടം ഞാൻ ജനത്തിന് കൊടുക്കാൻ പോയാൽ ഞാനൊരു വമ്പം പരാജയം. ഫാദേഴ്സ് ബിസിനസ്സിൽ സ്വർഗത്തിലെ നമ്മളുടെ സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ജനത്തിന് കൊടുത്തതുപോലെ നാം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ജയിക്കൂ. അപ്പോൾ ഈ ഭൂമിയിലെ ബിസിനസ്സിൽ നാം ജയിക്കണമെങ്കിൽ ജനത്തിന്റെ ഇഷ്ടം ജനത്തിന് കൊടുക്കണം. എന്നാൽ ഫാദേഴ്സ് ബിസിനസ്സിൽ നാം ജയിക്കണമെങ്കിൽ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം യേശു ചെയ്തതുപോലെ നാം ഈ ഭൂമിയിൽ ചെയ്യണം, ജനത്തിന് കൊടുക്കണം. Dear brothers, I am a businessman and I do 2 types of business. One is this business according to this world, which you all know. I don't really need to teach you. And another business is my father's business, as Jesus said, shouldn't I be about my father's business? And both these business has their own differences. One major difference is that when you are doing this world's business, when I make a product for this world, I should adjust to the demands and desires of people. And if my product satisfies these demands and desires of people, only then will my business, this worldly business, will my worldly business be successful. But when I do my father's business, I should not adjust to the demands of the people. I should give the product that my father desires, and I should give it to the people. Only by doing that will I be successful in my father's business. And you should also be aware of that. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു പറഞ്ഞത് ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എന്താ യേശു പറഞ്ഞത്? കാരണം ഈ ലോകപ്രകാരം ജനത്തിന്റെ ഇഷ്ടം നാം കൊടുത്താൽ ഈ ലോകപ്രകാരം നമുക്ക് സക്സസ്ഫുൾ ആകാം. ആ മെത്തേഡാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ നാം ഒരു വിശാലമായ വഴി ജനത്തിന് മുമ്പിൽ തുറക്കുകയാണ്. നമുക്ക് അനേക ജനങ്ങളെ കിട്ടും. പക്ഷേ നമ്മൾ ദൈവദാസനും ചേർന്ന് ജനങ്ങളും ചേർന്ന് നരകത്തിലേക്ക് പോകും. എന്നാൽ ഫാദേഴ്സ് ബിസിനസ്സിൽ ജനത്തിന്റെ ഇഷ്ടമല്ല, സ്വർഗീയ പിതാവിന്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടം ജനത്തിന് കൊടുക്കുമ്പോൾ നല്ലൊരു പങ്ക് ജനത്തിനും ഇത് പാവയ്ക്കാൻ നീര് കൊടുത്തതുപോലെ ആയിരിക്കും. നല്ലൊരു പങ്ക് ജനവും ഇത് വിട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഗോസ്പൽ പ്രസംഗിക്കുന്നവർ ചുറ്റുമുണ്ട്, അങ്ങോട്ടേക്ക് ചേക്കണം. അങ്ങനെ ഈ ദൈവത്തിന്റെ ഇഷ്ടം ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ
അത് സ്വീകരിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം അത് മനുഷ്യന്റെ ഇഷ്ടത്തിന് വിപരീതമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം. നാശത്തിലേക്ക് പോകുന്ന വഴിയും വാതിലും കണ്ടെത്തുന്നവർ അനേകരാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്, അതിന്റെ അവസാനം നാശവുമാണ്. ഇത് അറിയിക്കുന്നവരെ യേശു തൊട്ട് താഴെ പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. Dear brothers, doing the Father's business is not an easy task. This is because, as Jesus himself said, that narrow is the path to heaven, and only very few actually find this path to heaven. The reason for this being that when I teach my Father in my Father's business, I am supposed to teach you the message that the Father gives, and when I teach that, for most of the people, it's like giving them bitter gourd juice, and they don't like it, and instead they go around looking for preachers who will teach them things that they want to hear. And this is why Jesus says that wide is the path that leads to destruction, and many find it, but narrow is the path that leads to heaven, and only few find it. ഇതാ പൗലോസ് തന്റെ അരുമ ശിഷ്യനായ തിമോഥെയോസിനോട് പറയുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകാതെ കേൾക്കാൻ തിരിയുന്നൊരു കാലം വരും. എന്ന് പറയാണ്, നീയോ നല്ല ശുശ്രൂഷന്മാര് ആകണമെങ്കിൽ ശ്രദ്ധിച്ചോ, നല്ല ശുശ്രൂഷന്മാരാകണമെങ്കിൽ ശ്രദ്ധിച്ചോ, നീയോ സകലത്തിൽ നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക, സകലത്തിൽ നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. അനേകർ, നമുക്ക് തന്നെ ഈ സന്ദേശം ഇഷ്ടപ്പെടൂല, അനേകരോട് ഇത് പറയുമ്പോ അവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, പിന്നെ ചുറ്റുമുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്റെ മക്കളെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, സഹോദരിമാരെ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അരകല്ല് വേണോ മിക്സി വേണോ? അരകല്ലേ അത് വേണം, മിക്സി വേണം? നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? സംശയമൊന്നുമില്ല, മിക്സി. ഇടുക്ക് വഴി വേണോ വിശാലമായ വഴി വേണോ? വിശാലമായ വഴി. ഇതേപോലെ തന്നെയാണ് ഈ സുവിശേഷം. ഒന്ന് നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായ ദൈവ ഇഷ്ടം, മറ്റത് നമ്മുടെ ഇഷ്ടത്തിനൊപ്പം നമുക്ക് സുവിശേഷം എന്ന പേരിൽ ഫീഡ് ചെയ്യുന്ന മറ്റൊരു സുവിശേഷം. ഏത് വേണമെന്ന് അവനവൻ തീരുമാനിച്ചു. Dear brothers, we see Paul's advising Timothy, where he also says that something like this exists, where the time will come when they will not endure sound doctrine, but wanting to have the ears tickled, they will accumulate for themselves teachers in accordance to their desires, and will turn away their ears from the truth and will turn aside to myths. Now, but we see that what does Paul advise Timothy after that? Now, Paul advises Timothy that, but you be sober in all things, endure hardships, do the work of an evangelist, and fulfill your ministry. So, dear brothers, this is not an easy task. It's not an easy task because when we pass on the message of God, message of our Heavenly Father, one, the people don't like it, and in many cases we ourselves don't like it. And it's because, dear sisters, if I were to give you a choice of choosing between a grinding stone, where you manually grind something, whatever you want to grind, or a mixie or an electric mixie, which one will you choose? Almost definitely you would say I want a mixie. The same way, if you are asked, you want a narrow road or a wide road, almost under normal circumstances, people will say a wide road. So it's the same kind of thing over here. Teaching the
true gospel from Heavenly Father is not easy. It is easy to teach the gospel of this world because people will listen to that. ജനത്തിന് അത് മതി. നമുക്ക് മിക്സി വേണ്ടതുപോലെ ജനത്തിന് അത് മതി. കഷ്ടപ്പെടാൻ എനിക്കും കഷ്ടപ്പെടാൻ വയ്യ. ഭാര്യമാര് പലപ്പോഴും ഭർത്താക്കന്മാരുടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ചേച്ചായ വാഷിംഗ് മെഷീൻ കേടാന്ന, എനിക്കാണെങ്കിൽ വയ്യ. ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നതിന് ഒരു ചിന്തയില്ലേ? ഇടുക്കുവാതിലൂടെ കടപ്പാം പോരാടൂ എന്ന് പറയുന്ന പാസ്റ്റർമാരുടെ നേരെ അലറിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ മോനെ മോളെ, അവര് സത്യം പറയാൻ അവര് ബാധ്യസ്ഥ. അവർക്ക് സത്യം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പറ്റില്ല. എന്നാൽ അപ്പുറത്ത് ചർച്ച ഉണ്ടല്ലോ ഇഷ്ടം മാതിരി. ആരാധന ആരാധന, അത്രയും മതി. പിന്നെ കയ്യിലുള്ള സ്തോത്ര കാഴ്ച നീ സുന്ദരമായിട്ട് സ്വർഗത്തിൽ പോവും. നിനക്ക് ഏതാ വേണ്ടേ മോനെ മോളെ ചർച്ച്? നിനക്ക് ഏതാ വേണ്ടേ? അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കുന്ന ചർച്ച് വേണോ? അതോ ഒരു കഷ്ടവുമില്ല, സ്തോത്ര കാഴ്ചയും അങ്ങനെ ദശാംശവും മാത്രം പ്രസംഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്ങനെയെങ്കിലും അവരുടെ പോക്കറ്റിൽ പോകത്തക്ക രീതിയിൽ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലുത് ഉയർത്തിപ്പിടിക്കുക, ദേവരുന്നു ചേച്ചി അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പോക്കറ്റിലുള്ളത് അവരുടെ പോക്കറ്റിൽ എത്തും. നിങ്ങളെ എത്ര കൊടുക്കാത്തവനായാലും നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാൻ അവർക്ക് അറിയാം. അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ദേവൻ മർച്ചൻഡൈസ്യോ. ഹല്ലേലൂയ. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ്, അവരുടെ അവസാനം നാശം. കർത്താവ് പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു. Dear brothers, normally people want the easy path, and a woman will choose a mixer grinder over a grinding stone. We see in families, women are saying to their husband, "Can't you see I'm suffering? Bring me a mixer." Or can't you see the washing machine is in repair, disrepair? Please repair it because I'm suffering. And if you can say that to your husbands, but if you come to the pastor and say that, "Can you give a better message? What can we do?" We are obligated to speak the truth to you. If you want to hear words which are pleasing to you, what you want to hear, there are other churches who gives you these false messages, who will tell you that bring your money over here and the blessing will come and follow you, and you will be blessed heavily if you just donate your money over here. How much our tight fisted you are with your money, with your wealth, they will find a way to have you donate it there, and eventually you will also be happy, and they will also be happy, but eventually it will lead to destruction. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശുക്രിസ്തു പറഞ്ഞ ഒരു വേട് മത്തായി 7:15 ഇവരെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള ഫോൾസ് ചർച്ചകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് നടത്തുന്ന ദൈവദാസന്മാർ എന്ന് പറയുന്ന കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവിടെ യേശുക്രിസ്തു പറയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്റെ മക്കളെ, നിങ്ങൾ അനുസരിക്കാത്തൊരു വചനമാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട്. അതായത് സഹോദരന്റെയും സഹോദരിയുടെയും പാസ്റ്ററുടെയും അച്ഛന്റെയും ഒക്കെ വേഷത്തിൽ, പ്രൈസ് ദി ലോർഡ് ബ്രദർ, പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ എന്ന വേഷത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം. അകമയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, യേശുക്രിസ്തു പറഞ്ഞതാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിന്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും ചർച്ച ഉണ്ട്. ഇനി അവരുടെ പ്രത്യേകത എന്നാന്നറിയാമോ? ഈ കള്ളപ്രവാചകന്മാരുടെ
അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. തൊട്ട് മുകളിൽ പറയുകയാണ്, അവരാണ് വിശാല വഴി ചർച്ച ഉണ്ടാക്കുന്നവർ. വിശാല വഴി ചർച്ചകാരാണ് അവർ. ആ ചർച്ചിൽ ഡിമാൻഡുകളൊന്നുമില്ല. ഒന്ന് യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ മതി. നീ യേശുവിന്റെ ആളായാൽ മതി. അതായത് ഞാൻ CPM-ന്റെ ആള്, നീ കോൺഗ്രസിന്റെ ആള്, നീ BJP-യുടെ ആള്, നീയോ യേശുവിന്റെ ആള്. അത്ര മതി, നീ സ്വർഗരാജ്യത്ത് പോയിരിക്കും. പിന്നെ കൊണ്ടുവരേണ്ട സംഭവങ്ങളൊക്കെ ആഴ്ചക്ക് കൂട്ടുന്നേക്കണം. ആരാധന, അത് മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ക്രൂശ് എടുക്കണ്ട. യേശു പറഞ്ഞു, എന്നേക്കാൾ അധികം നീ ഈ ഭൂമിയിൽ ആരെയെങ്കിലും സ്നേഹിച്ച നീ എനിക്ക് കൊള്ളാവുന്നതല്ല. അതൊന്നും വേണമെന്നില്ല. തന്നെത്താൻ ത്യജിക്കണ്ട, ക്രൂശ് എടുക്കണ്ട, ഇടുക്ക് വഴിയിലൂടെ കിടക്കണ്ട. അങ്ങനെ യാതൊരു ഡിമാൻഡും ഇല്ല. നോ ഡിമാൻഡ്. നീ ഒന്ന് കൈപൊക്കി യേശുവിനെ സ്വീകരിച്ചാൽ മാത്രം മതി. പിന്നെ ഞങ്ങൾ തരുന്ന ആ ആപ്ലിക്കേഷൻ മുമ്പിൽ ഇത് ഫില്ല് ചെയ്ത് തരണം. സ്വർഗം ഉറപ്പാ. ഇങ്ങനെയാണ് വിശാല വഴി ഉണ്ടാക്കുന്നത്. അപ്പൊ വിശാല വഴി ഉണ്ടാക്കാൻ ഇതൊരു അങ്ങ് അറിയത്തില്ലെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബി കെയർഫുൾ. ഇങ്ങനെയുള്ളതിൽ കയറിപ്പോകാൻ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം നോ ഡിമാൻഡ്. ഇവിടെ ഒരു സെർച്ച് കണ്ടിട്ടുണ്ടോ? അതായത് ഒരു ചർച്ചില് നിങ്ങൾ ചെല്ലുക, ആ ചർച്ചില് സ്വതന്ത്രക്കാഴ്ചയില്ല, ദശാംശമില്ല, ഒന്നുമില്ല. പോകുന്നതിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ? സന്തോഷമായിട്ട് പോകും. ഇതേപോലെ ഇതാ ക്രൂശ് എടുക്കണ്ട, സ്വയത്തെ ത്യജിക്കണ്ട, ഇടുക്കൊഴിയിലൂടെ കിടക്കണ്ട. ബൈബിള് പറയുന്നു ജയിക്കുമെന്ന് അവകാശമാകും. ഇവിടെ ജയിക്കുമോലും വേണ്ട. MBBS ജയിക്കാതെ നീ ഡോക്ടറാ. എന്ത് സന്തോഷം! ആ കോളേജിൽ പോകാനല്ലേ നമുക്ക് സന്തോഷം. പൊക്കോ, പക്ഷെ അവസാനം കരയേണ്ടി വരും കുഞ്ഞേ നീ. Dear brothers, we see that Jesus himself speaking about these false prophets. We see it in Matthew 7, verse 15 onwards. Beware of the false prophets who come to you in sheep's clothing, but inwardly are ravenous wolves. You will know them by their fruits. Grapes. So here Jesus himself speaks about the false prophet, and you will know them by their fruits. And if you look at the verse just above you, it speaks about the gate that is. It speaks about the gate that is narrow and gate that is wide. And how do you? This is an example of how a wide gate is made, where pastors or churches come and say that you just need to accept Jesus, and after that you don't have to take up his cross, you don't have to go through the narrow path or any of that. You just need to accept Jesus, and then write down a form and make sure to bring what you should be bringing to bring sure to bring the donations regularly to the church and come and worship at the church. And you just need to do that. And eventually you will be able to reach heaven. You don't have to, as Jesus said, you don't have to be to those who are victorious. I will give this, that I'll be their God and you'll be my son, as Heavenly Father says. You don't have to do any of that according to them. You just need to accept Jesus. You don't have to go take up his cross or go take the narrow path or any of that. And that's how they build a wide church, and everyone likes it, and the people like it. But let me tell you, eventually you will have to cry because it won't lead to heaven. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ യേശു ക്രിസ്തു മത്തായി 7:13, 14, 15 പറഞ്ഞിരിക്കുന്നത്. കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ജനത്തിന്റെ ഇഷ്ടം നിറഞ്ഞ ഒരു ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്ന് വേർപെട്ടു പോയ ലക്ഷ്യം വിട്ട ഒരു സുവിശേഷം. അതാണ് ഈസി വേ ഗോസ്പൽ. നിങ്ങൾക്ക് ഇവിടെ 2 ആരോ കാണാം. ഒന്ന് ഭയങ്കര വീതിയുള്ള ഒരു ആരോ, എന്നാൽ അപ്പോൾ തന്നെ ഇതാ മറ്റൊരു ആരോ കാണാം, വീതി കുറഞ്ഞ ഒരാരോ. ഇതാ യേശു ക്രിസ്തു പറഞ്ഞത് ജീവങ്കലേക്ക് പോകുന്ന വഴിയും വാതിലും അത് ഇടുങ്ങിയതാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്ന നാരോ വേ ഗോസ്പൽ. എന്നാൽ
നാശത്തിലേക്ക് പോകുന്ന വഴിയും വാതിൽ അത് വിശാലമായതാണ്. അതിലൂടെ കടക്കുന്നവർ കുറച്ചു പേരൊന്നുമല്ല, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. അതാ നിങ്ങൾക്ക് കണ്ടോ, അനേകർ കടക്കുന്നുണ്ടോ? അവരുടെ അവസാനം നാശം. Dear brothers, if you see the screen that I have shared, you will see there are two arrows. One represents the narrow way gospel, that's the true gospel, and then the other represents the easy way gospel, which is the gospel which are created by these servants of God, which are not according to the mind of our Lord Jesus, instead according to the demands of the people who hears them. And it is about these that Jesus says that enter through in Matthew 7 chapter 13. Enter through the narrow gate. For about the narrow gate in verse 14, he says, "For the gate is small and the way is narrow that leads to life, and there are few who find it." But about the easy way gospel, what Jesus says, for the gate is wide and the way is broad that leads to destruction, and there are many who enter through it. As you can see in the picture, there are many who enter through it, but all of them end up in destruction. എന്നാൽ ശ്രദ്ധിച്ചാട്ടെ, ഈ നാരോ വേ ഗോസ്പൽ അത് മനുഷ്യന്റെ ഇഷ്ടത്തിന് വിപരീതമായ ദൈവിഷ്ടത്തിന്റെ ഗോസ്പലാണ്. അതിലൂടെ പ്രിയമായനെ നീ കടക്കുന്നുവെങ്കിൽ ഇതാ ജീവനിലെത്തും, പുതിയ യെരൂശലേമിൽ നീ എത്തുവാനിടയാകും, തീപ്പൊയ്യാലല്ല. Dear brothers, but this narrow way gospel, that is a gospel that is against contradictory to the desires and demands of the people. But if you are willing to go through that, then you will be able to enter life. You will be able to enter New Jerusalem. പക്ഷേ ഇതിലൂടെ കടക്കണമെങ്കിൽ എന്റെ പ്രിയ മകനെ, നിന്റെ കയ്യിലെ ദശാംശവും നിന്റെ കയ്യിലെ ഓഫറിങ്ങും മാത്രം പോരാ. ഇതിലൂടെ കടക്കണമെങ്കിൽ റിയലി നീയും ഞാനും വില കൊടുക്കുവാൻ തയ്യാറാണ്. ആ വില നമ്മുടെ സാമ്രാജ്യത്തെ തന്നെ ത്യജിക്കുവാനായിട്ടിടയാണ്, ക്രൂശെടുക്കുവാനായിട്ടിടയാണ്. വിശ്വാസത്തിന്റെ പരിശോധനയിൽ സ്വയത്തെ ത്യജിച്ച് ദൈവിഷ്ടത്തെ നമ്മുടെ ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ജയിക്കുവാനിടയാകും. ഇതുപോലെയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായി. Dear brothers, you can see the narrow gospel and only few people enter through it. But if you need to enter through it, then it is not an easy just your tithe or your offerings are not enough. Remember that you are bought for a price, and if you are to enter through the true gospel, to the narrow gate, then you must be willing to let go of your own self, let go of your own empire, and be willing to take up the cross of our Lord Jesus and do His will. And if you do that, as Jesus said to those, as Heavenly Father said, to those who win, I will be his God and he will be my son. പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങള് ഇപ്പൊ ഒരു കാറ് നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാർ വാങ്ങിക്കുമ്പോൾ വളരെ ചീപ്പായിട്ടൊരു കാറ്, വളരെ ചീപ്പായിട്ടൊരു കാർ അറൗണ്ട് ഒരു 5000 രൂപയ്ക്ക് ഒരു കാർ. വിശ്വസിക്കാൻ പറ്റും? നിസ്സാരം. പക്ഷെ കാറ് വീട്ടിൽ വന്നു. പക്ഷെ കാറിന്റെ ഉള്ളിൽ നോക്കിയപ്പോ, നിങ്ങൾ കാറിന്റെ ബോണറ്റ് നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിൽ എഞ്ചിനില്ല. പക്ഷെ 5000 രൂപയ്ക്ക് കിട്ടി, സന്തോഷമായില്ലേ? പിന്നെ ഡോറ് നോക്കിയപ്പോ സീറ്റൊന്നും കാണാനില്ല. എന്നാലും ഒരു സന്തോഷം, 5000 രൂപയ്ക്ക് കാറ് കിട്ടിയല്ലോ. ഇതേപോലെ എന്റെ മകളെ നിങ്ങൾക്കും കിട്ടിയോ സുവിശേഷം? ആ സുവിശേഷത്തില് ക്രൂശ് എടുക്കുകയേ വേണ്ട. ആ സുവിശേഷത്തില് അതായത് എഞ്ചിനില്ല. ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള പരിപാടിയേ ഇല്ല, സീറ്റും ഇല്ല. പിന്നെ ആ സുവിശേഷത്തില് ജയിക്കുന്നവന് അവകാശമാക്കും, സ്റ്റിയറിംഗും ഇല്ല. ചീപ്പായിട്ട് കിട്ടി, സന്തോഷായില്ലേ? ആ കാറ് കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഈ സുവിശേഷം കൊണ്ട് എന്നെ മോനെ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ പറ്റുമോ?
എഞ്ചിൻ ഇല്ലാത്ത കാറ്, സീറ്റ് ഇല്ലാത്ത കാറ്, സ്റ്റിയറിംഗ് ഇല്ലാത്ത കാറ്. യേശുവിനെ അനുഗമിക്കുവാൻ അനുദിനം മരിക്കേണ്ട, അനുഗമനമേ ഇല്ല. ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കണം എന്ന് പറയുമ്പോ അതുമില്ല, സീറ്റും ഇല്ല, സ്റ്റിയറിംഗും ഇല്ല, ദൈവരാജ്യം എന്ന ലക്ഷ്യവും ഇല്ല. ഇങ്ങനെ ഉള്ള ഒരു ഗോസ്പൽ. പേരിന് കാറ്, കാറിന്റെ ഉള്ളിൽ വേണ്ട സാധനങ്ങളൊന്നും അതിന്റെ ഉള്ളിലില്ല. പേരിന് ഗോസ്പൽ. ഇങ്ങ പോര് മക്കളെ, ഇങ്ങ പോര്, ഈ കൂട്ടി കയറിക്കോ. അവർ നിങ്ങളെ വ്യാപാരം ചെയ്യുകയാണ്. നിങ്ങളുടെ അവസാനം നാശമാണെന്ന് എന്റെ പ്രിയ ജനമേ നിങ്ങൾ ഓർത്തു കൊള്ളണം. ഒറിജിനൽ സുവിശേഷത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ദൈവരാജ്യമാണ്, ദൈവ കുടുംബം. ജയിക്കുന്നവനിത് അവകാശം, അല്ലാത്തവനില്ല. ആകാശം മാറും, ഭൂമി മാറും, എന്റെ ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും. തന്നെ തന്നെ വിട്ടുപിരിയാത്തവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. എന്നേക്കാൾ അധികം നീ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ നീ എനിക്ക് യോഗ്യതയുള്ളവനല്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിൻപിലേക്ക് തിരിഞ്ഞു നോക്കിയവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് കൽപ്പിച്ചവൻ ക്രിസ്തു ആണെങ്കിൽ ഈ സത്യസുവിശേഷം കേട്ടിട്ട് ഇത് വേണ്ട, എനിക്ക് വേറെ ഒന്ന് കേട്ടാ മതി എന്ന് നീ ചിന്തിച്ചാൽ ഈ യേശുവിന്റെ വാക്കിന്റെ പുറത്ത് നിനക്ക് കയറാൻ പറ്റില്ല. ഇത് ഒറിജിനൽ സുവിശേഷമാണ്. അല്ലാത്ത കാറുകൾക്ക്, വിലയില്ലാത്ത കാറുകൾക്ക് ചുമ്മാ ഒരു കാറ് മതിയോ? അങ്ങനെയെങ്കിൽ ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. ഈ ലോകത്ത് ധാരാളം ഗോസ്പലുണ്ട്, പക്ഷെ ചതിക്കുഴികളാണെന്ന് മനസ്സിലാക്കി. Dear brothers, assume that you are going to buy a car and you get a really cheap car in the market, say for just 5,000 rupees, and that's very, very cheap. And you are very happy looking at this offer. You buy that car and the car comes to your house. And then you come and open the bonnet and you see there's no engine there. You open the door and there is no seat there. And you open and there is no steering there. So it's similar. The Gospels are also similar like that. When you open the bonnet, there is no demand that you should take up your cross, deny yourself and take up the cross. That demand is not there. When you go inside, you see that there is no steering. There is no steering in the sense, so there is no destination. According in the true gospel, it's written that Heavenly Father says that to those who win, I will be his father and I will be his God and he will be my son. So that even that destination of reaching the family of God, even that is not there. And you see further, there is not even see. The sense that the Bible says that to him who has ears, let him hear what the Spirit says to the church. Even such a teaching is not there. So you see, it's like a car which does not have a engine or a seat or a steering. And with that car, can you go anywhere with that car? In the same way, with the false gospel, can you reach the kingdom of heaven using the false gospel? It looks very good because it comes very cheap without you having to pay any price, but it won't take you to the destination. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ആത്മാർത്ഥതയോടെ നിങ്ങളോട് തന്നെ ഉത്തരം പറയും, എന്നോട് ഉത്തരം പറയണ്ട. നിങ്ങൾ കേൾക്കുന്ന ഗോസ്പല്, നിങ്ങൾ ആരായിക്കോട്ടെ, ജയം ആവശ്യമുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടവരാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമാണ്, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും. എന്നാൽ ഈ ലോകത്ത് കേൾക്കുന്ന ഗോസ്പലിൽ അധികവും ജയം വേണ്ടാത്തതാണ്. യേശുവിനെ സ്വീകരിച്ചാൽ മാത്രം. അതായത് യേശുവിനെ സ്വീകരിച്ചു എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്താണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിൾ അങ്ങനെ പറയുന്നില്ല. യേശുവിനെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ സ്വീകരിച്ചവർ ജയം പ്രാപിക്കണം. യേശുവിനെ അനുസരിച്ച് ജയം പ്രാപിക്കണം. Dear brothers, the gospel that you are hearing, does it demand
victory. As the Bible says, to the one who wins, I'll be his God and he will be my son, as Heavenly Father says. So, but most gospels just say that you need to accept Jesus, and then there is no demand that you should follow him. So it is necessary that you accept Jesus as your Lord and Savior, but it is also necessary that we follow him. And without that, it's not the true gospel. പ്രിയ സഹോദരങ്ങളെ, ഈ വഴി ഞെരുക്കമുള്ളതാണ്, ഇടുക്കമുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ തള്ളിക്കളയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ അല്ല ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ. അങ്ങനെയെങ്കിൽ പ്രിയ മകനെ, നിങ്ങൾ സ്വർഗരാജ്യത്തിന് യോഗ്യതയുള്ളവരല്ല. യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയുള്ളവരല്ല. നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഞങ്ങൾ പറയുന്നത് കേൾക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാറുണ്ടോ? അല്ല, എനിക്ക് അതിലും അധികം എന്റെ യേശു പറഞ്ഞതാണ് പ്രാധാന്യം, ഞാൻ അതിന്റെ പുറകെയാണ് ഞാൻ പോകുകയുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ യോഗ്യതയുള്ളവരാണ്. അല്ല, നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നതാണ് കാര്യമെങ്കിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. Dear brothers, what do you give importance to? Do you give importance to the words of Jesus in the Bible, or do you discard the words of Jesus on hearing what everyone around you is speaking, or the other churches and everyone around you is speaking? If you are discarding the words of Jesus for the words of other human beings, then, dear brothers, then you are not worthy of the kingdom of God. But if you are not discarding the words of Jesus and following only the words of Jesus, even though others say that that's not the correct path, then you will be worthy of the kingdom of God. കാരണം ഇതൊന്നും ഇല്ലാത്ത ഒരു സുവിശേഷം നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ താല്പര്യമായിരിക്കും. കാരണം അത് വളരെ ചീപ്പാണ്. ഞാൻ വേറെ വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നെ തന്നെ ക്രൂശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, സ്വയത്തെ ത്യജിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് വലിയ താല്പര്യമായിരിക്കും. കർത്താവ് എന്നാൽ ലൂക്കോസ് 14:26 കർത്താവ് പറയാണ്, എന്റെ അടുക്കൽ വരികയും, അതായത് രക്ഷിക്കപ്പെട്ടു, അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവർ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് യേശു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാ, കഴിയില്ല. പക്ഷേ ഇതൊന്നും വേണ്ടാത്തൊരു സുവിശേഷമല്ലേ മോളെ നിനക്ക് വേണ്ടത്? എഞ്ചിനില്ലാത്തൊരു സുവിശേഷമല്ലേ വേണ്ട? കാറ് പോലെ അങ്ങനെ ഒരു സുവിശേഷമല്ലേ വേണ്ടത്? യേശുക്രിസ്തു പറയുന്നു, കഴിയില്ല. എന്നേക്കാൾ അധികം നിന്റെ ചുറ്റുമുള്ളവര് പറയുന്നത് കേൾക്കുക, നിന്റെ സ്വന്തം ഇഷ്ടത്തെ നീ കേൾക്കുക. അങ്ങനെയെങ്കിൽ നീ എനിക്ക് യോഗ്യതയുള്ളവൻ അല്ല, എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. Dear brothers, if you hear the words of others over that of Jesus, then you are not worthy of me. As Jesus said, you should be willing to deny yourself and take up the cross. And you should take up the cross. As Jesus says that if you come to me and then you love others, your father or mother or children or your wives more than me, then you are not worthy of me. And that's what Jesus says in the Gospel of Luke. So be careful. പറയുന്നതിന്റെ ഉദ്ദേശം, നിങ്ങൾ കേൾക്കുന്ന ഗോസ്പലിൽ ഇതുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. കാറിന്റെ ഉള്ളിൽ സ്റ്റിയറിംഗ് ഉണ്ടോ? കാറിന്റെ ഉള്ളിൽ സീറ്റ് ഉണ്ടോ? കാറിന്റെ ഉള്ളിൽ എഞ്ചിൻ ഉണ്ടോ? ഇതാ കാറിന്റെ ഉള്ളിൽ അതിനാവശ്യമായ ഘടകങ്ങൾ ഉണ്ടോ? നിങ്ങൾ കേൾക്കുന്ന സുവിശേഷത്തിന്റെ ഉള്ളിൽ സുവിശേഷത്തിന്റെ ഈ ഭാഗങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലാണ്ട് ചുമ്മാ ഒരു കാറിന്റെ ഫ്രെയിം കൊണ്ട് തന്നിട്ട് അത് കാറാന്ന് പറഞ്ഞാൽ കാറിനകത്ത കുഞ്ഞെ നീ അത് വിശ്വസിക്കും. പക്ഷെ സുവിശേഷം നീ കണ്ടിട്ടില്ല എങ്കിൽ സുവിശേഷം കാണുക. സുവിശേഷത്തിന്റെ ഉള്ളിലെ ഭാഗങ്ങളാണ് ഇതൊക്കെ. യേശു വീണ്ടും പറഞ്ഞു ലൂക്കോസ് 14:27, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിനക്കൊരു ചർച്ച് ബിലീവർ ആകണമെങ്കിൽ ഈ ലോകപ്രകാരം അയക്കോ. പക്ഷേ യേശുവിന്റെ ശിഷ്യനാകണോ, സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ മകനായി മാറണോ, അങ്ങനെയെങ്കിൽ മോളെ നിന്റെ ഗോസ്പലിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും. Dear brothers, the reason I am emphasizing on this is that just like for a car, you check whether it has an engine, steering and seat.
In the same way, I want you to check whether in the gospel that you hear has all these components, because without these components, the gospel is not complete. And as Jesus says in Luke 14, verse 27, whoever does not carry his own cross and come after me cannot be my disciple. You can be a member of the church if you want, but if you want to be the disciple of Jesus, then you need to carry your own cross. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ, ചതിക്കപ്പെടരുത്. നമ്മൾ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുമ്പോഴാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, അവകാശമാക്കുമ്പോഴാണ് നമ്മളുടെ രക്ഷ പൂർത്തിയാകുന്നത്. നമ്മൾ ഇവിടെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ രക്ഷ പൂർത്തിയായിട്ടില്ല. രക്ഷിക്കപ്പെടുവാനുള്ള ഒരു സ്റ്റെപ്പ് നാം വെച്ചിട്ടേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടില്ല. എപ്പോഴും മനസ്സിലാക്കുക. അവകാശത്തിലേക്ക് എത്തിച്ചേരുവാനാണ്. ആ അവകാശത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. Dear brothers, please realize that only when we get our inheritance in the kingdom of God is our salvation complete. Just because you accept Jesus as your Lord and Savior, that's just the first step in our salvation. But the salvation reaches its end only when we get our inheritance in the kingdom of God. എന്റെ പ്രിയ സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, രക്ഷയുണ്ട്, രക്ഷാപൂർത്തിയുണ്ട്. ഇതാ നമുക്ക് കാണാം, പഴയ വിശുദ്ധന്മാരും നമ്മളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു വേട് കാണും. എബ്രായ ലേഖനം 11:39-40 അവിടെ പറയാണ്, പഴയ നിയമ മണ്ഡലത്തിൽ ധാരാളം വിശ്വാസ വീരന്മാരുണ്ടായിരുന്നു. അവരെല്ലാം വിശ്വാസ സാക്ഷ്യം ലഭിച്ച് ജയം പ്രാപിച്ചു. പക്ഷേ അവർക്ക് വാഗ്ദത്ത നിവൃത്തിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. അവിടെ എഴുതിയിരിക്കുകയാണ് അതിന്റെ കാര്യം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അപ്പോ ഒരു രക്ഷാപൂർത്തിയുണ്ട് എന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ട നാം അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അവസാനം നാം രക്ഷയുടെ പൂർത്തിയിലേക്ക് വരും. അതാണ് രക്ഷിക്കപ്പെടും എന്നുള്ള ബൈബിളിലെ പ്രഖ്യാപനം. Dear brothers, there is salvation and then there is the completion of salvation, and you should be able to differentiate between these two. In Hebrews 11 chapter verse 39, here it's speaking about all the men of faith, great men of faith who did feats of faith in the Old Testament. It's comparing Old Testament men of faith with the New Testament, and this verse says that, and all these, having gained approval through their faith, did not receive what was promised, because God had provided something better for us, so that apart from us they would not be made perfect. So there is this process of being made perfect, and you should be able to aware of that. So there is salvation, that is when we accept our Lord Jesus, and then there is a day by day salvation, everyday salvation, and then there is the completion of salvation. ആ വേർഡ് ജസ്റ്റ് ഒന്ന് വായിക്കാം. അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് കഴിയും. അവർ എല്ലാവരും വിശ്വാസാൽ സാക്ഷ്യം ലഭിച്ചിട്ടും, അതായത് പഴയ നിയമ വിശ്വാസ വീരന്മാർ, വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഇതിന്റെ കാരണം താഴെ എഴുതിയിരിക്കുകയാണ്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്, മാർക്ക് ദ വേർഡ്, രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു.
Dear brothers, I will explain this verse in detail sometime, maybe in the next talk. But for a short this, let me go through this verse. It says, Hebrews 11 verse 39, and all these having gained approval through their faith. That is, all these is referring to the heroes of faith in the Old Testament. And all these having gained approval through their faith did not receive what was promised, because God had provided something better for us, so that apart from us, they would not be made perfect. So underline the be made perfect part of it. So there is something called we will be made perfect. ഇത് തന്നെയാണ് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം. അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള രക്ഷ. അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള രക്ഷ. ഇതാ പഴയ വിശ്വാസ വീരന്മാർ അവർ വിശ്വാസം തെളിയിച്ചു, സാക്ഷ്യം ലഭിച്ചു. എന്നാൽ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതി. ഇത് തന്നെയാണ് 1 പത്രോസ് 1-ാം അധ്യായം 4 മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓ ഫാദർ വി താങ്ക് യു. അവിടെ പറയാണ് അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. എന്താണ് അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ? നമ്മളുടെ ആ രക്ഷ പൂർത്തിയാണ്. മറ്റൊരു ഇതിൽ പറഞ്ഞാൽ നാം ഒരവകാശത്തിലേക്ക് രക്ഷിക്കപ്പെട്ടവർ ആ ദൈവ കുടുംബത്തിലെ അവകാശത്തിലേക്ക് എത്തിച്ചേരുകയാണ്. രക്ഷ പൂർത്തീകരിക്കപ്പെടുകയാണ്. Dear brothers, it is the same thing that Peter speaks in 1 Peter 1 verses 4 to 5 onwards, where he says that there is a salvation that will be revealed in the last time. So if you look at it, there is a salvation that will be revealed in the last time, and it's the same thing as being made perfect in Hebrews 11:39. അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളുടെ വീണ്ടും ജനനം. നാം രക്ഷിക്കപ്പെട്ടു. അതിന്റെ രക്ഷാ പൂർത്തീകരണമാണ് നാം ആ രക്ഷയിൽ നാം ദൈവ കുടുംബം അവകാശമാണ്. അതുകൊണ്ടാണ് അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 1 പത്രോസ് 1:4-5 എഴുതിയിരിക്കുകയാണ്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി. ഈ അവകാശമാണ് രക്ഷാപൂർത്തി. ഇപ്പോൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് പറയുന്ന രക്ഷ. എന്നാൽ രക്ഷ അവിടെ നിന്ന് വളർന്ന് നാം അവകാശത്തിലേക്ക് വരണം. ആ അവകാശമാണ് രക്ഷാപൂർത്തി. Dear brothers, we see 1 Peter 1 verse 3 onwards. Blessed be the God and Father of our Lord Jesus Christ, who according to his great mercy has caused us to be born again. So this born again is a salvation that we obtained, born again to a living hope through the resurrection of Jesus Christ from the dead, to obtain an inheritance which is imperishable and undefiled and will not fade away, reserved in the heaven for you, who are protected by the power of God through faith for a salvation ready to be revealed in the last time. So you see that there is a salvation ready to be revealed in the last time, and that salvation is to obtain an inheritance which is imperishable and undefiled and will not fade away. And the first step of that is born again in Jesus to a living hope. So you can see there is salvation that is come from the born again, and there is a completion of salvation that comes at the last time. Glory to God. സഹോദരങ്ങളെ, ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനമായിരിക്കട്ടെ. ഇന്ന് അനേക സുവിശേഷങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സുവിശേഷങ്ങളുടെ പല പല പേരുകളുണ്ട്. ഒന്ന്, കൃപയുടെ സുവിശേഷം. ബൈബിളിലെ സത്യമായ വേഡിങ് ആണ് എടുക്കുന്നത്, പക്ഷേ അതിന്റെ ലക്ഷ്യമോ മീനിങ്ങോ ഒന്നുമില്ല. മറ്റൊന്ന് ഗ്ലോറിയസ് ഗോസ്പൽ, മറ്റൊന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം, മറ്റൊന്ന് സ്വർഗരാജ്യ സുവിശേഷം. ഇങ്ങനെ പേരുകൾ മാറ്റിയിട്ട്
ജനത്തെ ചതിക്കുക. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സുവിശേഷം ഒന്നേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം. അത് തന്റെ അപ്പനെ കുറിച്ചാണ്. ആ അപ്പനോടുകൂടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുക എന്നതാണ് ആ നല്ല വിശേഷം, സുവിശേഷം. അതിലേക്കുള്ള ഏക മാർഗം കർത്താവായ യേശുവാണ്. ആ യേശുവിനെ കാൽവരി ക്രൂസിലെ യാഗത്തിലൂടെയാണ് ഈ ദൈവരാജ്യം അപ്പനോടുകൂടി ജീവിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം കടന്നു വരുന്നത്. അല്ലാണ്ട് പല പല സുവിശേഷങ്ങളില്ല. സുവിശേഷം ഒന്നേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് രക്ഷയുടെ സുവിശേഷം നാം പറയുന്ന കാൽവരി ക്രൂസിലെ യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ നാം വിശ്വസിച്ചുകൊണ്ട് ഇതാ കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടും. തുടർന്ന് യേശുവെ അനുഗമിച്ച് അനുസരിച്ച് ആ സ്വർഗീയ പിതാവിന്റെ ബോധത്തിലേക്ക് എത്തിച്ചേർന്നു. ആ സുവിശേഷം വെട്ടിമുറിക്കരുത്. അനേകർ ആ സുവിശേഷത്തെ വെട്ടിമുറിച്ച് ജനങ്ങളെ വാണിജ്യമാക്കി മാറ്റുകയാണ്. അതിലേക്കൊന്നും പോയി വീഴാതെ ഇതാ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ പ്രാർത്ഥനയോടെ വായിച്ച് ഇതാ നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്റെ ആത്മാവിനെ അയച്ചിട്ടുണ്ട്. ആത്മാവിനോട് ചേർന്നുകൊണ്ട് ഇതാ ആ വചനങ്ങളെ എടുത്ത് ക്രിസ്തുവെ അനുഗമിച്ചനുസരിച്ച് ക്രിസ്താനുരൂപതയിലേക്ക് കടന്നു വരുവാൻ, ജയം പ്രാപിപ്പാൻ ഇതാ നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ദുഷ്ടനായ പിശാച് അവന്റെ തന്ത്രങ്ങളിലൂടെ, അവന്റെ കള്ളപ്രവാചകന്മാരിലൂടെ നിങ്ങളെ വീഴിക്കുവാൻ ഇടയാകരുത്. എപ്പോഴും സത്യസുവിശേഷത്തെ തിരിച്ചറിയുക. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ, പരിശുദ്ധാത്മാവിന്റെ നദികൾ ഒഴുകും. ഈ തിരിച്ചറിവോടെ സുവിശേഷ ലോകത്തെ നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ ജയിക്കും. ഇന്ന് ഇതേ അവസ്ഥയിൽ ഈ ലോകത്തെക്കാൾ പിശാചി കടുപ്പമാക്കിയിട്ടിരിക്കുന്നത് സുവിശേഷ ലോകമാണ്. സുവിശേഷത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടു പോകരുതേ. ഏത് സുവിശേഷത്താൽ? കള്ള സുവിശേഷങ്ങൾ. അതുകൊണ്ട് സുവിശേഷത്തിൽ നിന്ന്, കള്ള സുവിശേഷത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. യേശു ക്രിസ്തു പ്രസംഗിച്ച ആ ഒറിജിനൽ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ ലക്ഷ്യം, നിങ്ങളുടെ ദർശനം അവിടെ ആയിരിക്കട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. Dear brothers, do not allow the pastors to break up gospels into gospel of salvation, gospel of Calvary, or gospel of kingdom of heaven, because there is only one gospel, and the gospel of salvation is just a first step in that gospel. There is only one gospel that our Lord Jesus preached, and the purpose of that gospel is so that we will end up living with our heavenly Father as one family. And the gospel of salvation is just a first step to it, wherein we believe in Jesus and in his atoning sacrifice in Calvary and in his resurrection, so that we will be cleansed from our sins. But that's just the first part, and then we are supposed to follow him and reach the kingdom of heaven to be with our heavenly Father. So, dear brothers, don't let anyone break up this salvation and give you only part of it. Remember that you need the full salvation, and remember that now it is more difficult. Satan has complicated this world, complicated the gospels scenario even more than he has complicated the world. And do not fall into the trap of false gospels, because it's more difficult for a person who has fallen into the trap of false gospel to come to the truth rather than a person in this world. So let's pray. Yes. ആരോ തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ കൃപയുടെ സുവിശേഷം, എന്റെ മോനെ, എന്റെ മോളെ, ഈ ദൈവരാജ്യ സുവിശേഷം തന്നെയാ കൃപയുടെ സുവിശേഷം. രക്ഷയുടെ സുവിശേഷത്തിൽ ദൈവരാജ്യ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം, ഫസ്റ്റ് സ്റ്റെപ്പ്. ആ രക്ഷയുടെ സുവിശേഷം ഇല്ല എങ്കിൽ ദൈവരാജ്യ സുവിശേഷം എന്ന് പറയുന്നത് സ്വർഗീയ പിതാവിനോട് വാഴുന്ന ആ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിലേക്ക് എത്തണമെങ്കിൽ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഒരു വ്യക്തി കടന്നു വന്നേ പറ്റും. പക്ഷേ ഈ രക്ഷയുടെ സുവിശേഷവും ദൈവരാജ്യ സുവിശേഷവും നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നമുക്ക് അവകാശമാക്കാൻ കഴിയുകയില്ല. അവിടെ മനുഷ്യരാൽ അസാധ്യമായത് ദൈവ സാധ്യമാക്കി തരുന്ന പ്രോസസ്സിന്റെ പേരാണ് കൃപ. ഇതാണ് യേശു പറഞ്ഞത്. ശിശുമാർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റും? യേശു പറഞ്ഞു,
മനുഷ്യരല്ല സാധ്യം, ദൈവത്താൽ സാധ്യം. എന്ത് രക്ഷിക്കപ്പെടുന്നത്? ഇതാണ് കൃപയുടെ ഡെഫിനിഷൻ. കൃപയാലല്ലോ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നാം കാരണമല്ല, ദൈവമാണ് കാരണം. മനുഷ്യർ അസാധ്യമായത് ദൈവം സാധ്യമാക്കി തരുന്നു. ഹോൾ ഗോസ്പൽ, കൃപയുടെ ഗോസ്പൽ. ആ കൃപ എന്ന് പറയുന്നത് അർഹതയില്ലാത്തവന് കൊടുക്കുന്ന ദാനമല്ല. കൃപ എന്ന് പറയുന്നത് മനുഷ്യരാൽ അസാധ്യമായത് ദൈവം സാധ്യമാക്കി കൊടുക്കുന്നതാണ് കൃപ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. Now, let me just deviate one more point. Some of you might have said, what about the gospel of grace? Let me tell you, brothers, gospel of grace is also the same as gospel of kingdom of God. So gospel of the kingdom of God, the purpose of the gospel is so that we will live with our heavenly Father as one family. In order to have that gospel, we start with the gospel of the salvation. Only through belief in the atoning sacrifice of Jesus Christ that can we enter into the gospel of the kingdom of God. And then we have to live in this world, and it is not and Jesus said, it is not by our own strength that we live in this world, that we overcome this world. And Jesus says that what is impossible for man is possible for God. And it is a process of making what is impossible for man possible. It is that process that is called the gospel of grace. And it is through this gospel of grace that we enter the kingdom of God. So we will discuss it in detail later. Let's pray now. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ലോകത്തെക്കാൾ അപകടമായി സുവിശേഷ ലോകമായിരിക്കുമ്പോൾ ഈ കള്ള സുവിശേഷങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ അങ്ങയുടെ പുത്രനിലൂടെ അങ്ങ് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഒരു സുവിശേഷത്തിന്റെ ഉള്ളിൽ അങ്ങ് ഈ ഭൂമിയിൽ അങ്ങയുടെ പുത്രനിലൂടെ അറിയിച്ച ആ സുവിശേഷത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതില്ലാത്ത സുവിശേഷങ്ങൾ, എഞ്ചിനില്ലാത്ത കാറ് പോലെ, സീറ്റില്ലാത്ത കാറ് പോലെ, സ്റ്റിയറിംഗ് ഇല്ലാത്ത കാറ് പോലെ യേശുവിനെ അനുഗമിക്കുന്നതില്ല. ക്രൂശെടുത്ത് സ്വയത്തെ ത്യജിക്കുന്നതില്ല. ജയം എന്ന പദ്ധതിയേയില്ല. ദൈവരാജ്യം അന്വേഷണമേ ഇല്ല. ഇതൊന്നുമില്ലാത്ത ഒരു സുവിശേഷം. ഇങ്ങനെയുള്ള സുവിശേഷങ്ങളിൽ വിശ്വസിച്ച യാതൊരു ഡിമാൻഡും ആവശ്യപ്പെടാത്ത ജനത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം പോകുന്ന സുവിശേഷങ്ങളുടെ നിരകളിൽപ്പെട്ട് യേശുവിന്റെ പേരിൽ അനേക സുവിശേഷങ്ങൾ ജനത്തെ വാണിജ്യമാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ പുത്രനായ യേശു ക്രിസ്തു പ്രസംഗിച്ച അതേ സുവിശേഷത നിലനിൽപ്പാൻ, യേശുവിനെ അനുഗമിപ്പാൻ, ഞങ്ങളുടെ സ്വന്തം ജീവനേക്കാൾ ഉപരി അങ്ങയെ സ്നേഹിപ്പാൻ, യേശു ക്രിസ്തു അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ തന്റെ ജീവിതം യാഗമാക്കിയതുപോലെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന യേശുവിന് വേണ്ടി ജീവിത യാഗമാക്കി ഞങ്ങളെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കും. തെറ്റിപ്പോകാതെ കാത്തുകൊള്ളണം. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒത്തവണ്ണമുള്ള സുവിശേഷങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണം. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് സ്വന്തം ഇഷ്ടം അന്വേഷിക്കാതെ അങ്ങയുടെ ഇഷ്ടം ചെയ്തതുപോലെ ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതം തന്നെ അങ്ങനെ ഒരു മാതൃകയായി തീരും. ഞങ്ങളെ സഹായിക്കും. ജനത്തെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. ഇപ്പോഴും തുടർന്നും
ഈ ശബ്ദ കാഴ്ച പ്രതിയിൽ ശ്രദ്ധിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും അങ്ങയുടെ മക്കളോട് കൂട്ടായി. രോഗികളായിരിക്കുന്നവരൊക്കെ സൗഖ്യമാക്കി. രോഗികളായിരിക്കുന്നവർ ഒരു നിമിഷം തങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിപ്പാൻ യേശു രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, അറിയാതെ വായിലൂടെ കടന്നു വന്ന അഹങ്കാരത്തിന്റെ വാക്കുകൾ ഒരുപക്ഷെ പ്രിയമകനെ മകളെ നിന്നെ രോഗിയാക്കിയിട്ടുണ്ട്. ദൈവം വെച്ച അധികാര വ്യവസ്ഥകൾക്ക് കീഴടങ്ങിയിരിക്കും. നിന്റെ വായു നിന്റെ ശരീരത്തിന് പാപകാരണമായി തീരും. അങ്ങനെയെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടൊരു ക്ഷമ ചോദിച്ച് ദൈവത്തോട് ക്ഷമ ചോദിച്ച് വീണ്ടും തിരിച്ചു വരുവാൻ ഇടയാകട്ടെ. യേശുരക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു. സ്വർഗീയ പിതാവേ, ഈ മക്കളെ അങ്ങ് സൗഖ്യമാണ്. നിങ്ങളുടെ പുത്രനോട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഈ മക്കൾക്ക് കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അടിപ്പുറമുള്ള സൗഖ്യം ഇപ്പോൾ വിശ്വാസത്തോടെ കരം വെച്ചിരിക്കുന്ന എല്ലാ ജനത്തിനും ഇപ്പോഴും തുടർന്നും ലഭിക്കുവാനിടയാകട്ടെ. സൗഖ്യം പ്രാപിക്കേ. ആ രോഗശക്തികളോട്, രോഗത്തിന്റെ സ്പിരിറ്റിനോട് കൽപ്പിക്കുന്നു, വിട്ടുമാറുക. കർത്താവെ, ഞാൻ കൊടുത്ത വിടുതലായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു. ഇവരുടെ കുടുംബങ്ങളിൽ സമാധാനം കൽപ്പിക്കും. സർവ്വമേഖലയിൽ ഈ മക്കളുടെ അനുഗ്രഹമാകട്ടെ, ഐശ്വര്യമാകട്ടെ, അങ്ങയുടെ ഹൃദയത്തിന് ആനന്ദമായി തീരട്ടെ. സർവ്വമഹത്വം ഞാൻ അങ്ങേക്ക് തരും യേശുവിൻ നാമത്തിൽ. പ്രിയരെ, ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഈ മാസം അവസാനം താങ്ക്സ് ഗീവിംഗ് ഫാസ്റ്റിംഗ് പ്രയർ ആണ്, ഹൈ ലെവൽ കോൺഫറൻസ് ആണ്. 29, 30, 31 തീയതികളിൽ എറണാകുളം പ്രാർത്ഥനാലയം നിങ്ങളെ ഏവരെയും ഹാർദവമായി അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ ജനുവരിയിലെ റിട്രീറ്റ്, 2005 ആദ്യത്തെ ആ റിട്രീറ്റ് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ജനുവരി 6 തീയതിയാണ്. നിങ്ങൾ കടന്നു വരിക, അനേകരെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക. ഒരു അല്പസമയമേ ഉള്ളൂ നമുക്ക് ആത്മീയ സമ്പന്നരായി ഇവിടുന്ന് കടന്നു പോകാൻ. നിങ്ങൾ ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകാം, മനുഷ്യരെ ഉപദ്രവിക്കുന്നവരല്ല, പരസ്പരം കലഹിക്കുന്നവരല്ല. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുവാൻ ഇടയാകും. മതത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ, ഡിനോമിനേഷന്റെ പേരിൽ പരസ്പരം എതിർത്ത് നിൽക്കുന്നവരായി പകരം ക്രിസ്തുവിന്റെ അതേ മനസ്സിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒന്നാകാം. യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളുമായി ഒന്നായിത്തീരും. ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു സ്വർഗീയ കുടുംബത്തിലേക്ക് യാത്രയാകാം. ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. മടിക്കരുത്, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുവാൻ, നിങ്ങൾ ഏത് ചാനലിലാണോ അത് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഇടയാകുക. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയാകും. ഇപ്പോൾ തന്നെ SVJ മെസ്സേജസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകർക്ക് പറഞ്ഞു കൊടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഇതാ ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയാകും. ഇതാ അനേക സ്വർഗീയ സമ്പത്തുമായി നമുക്ക് ക്രിസ്തുവെ അനുഗമിച്ച് മുന്നോട്ടേക്ക് കടന്നു വരാം. ദൈവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ്.